Hi friends, കാർ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകർ ആവശ്യപ്പെട്ട കുറച്ച് കാറുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാറുകൾ പല വ്യക്തികളുടെ കയ്യിലായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെപ്പറേറ്റ് നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കോമൺ കമൻറ്റാണ്, ഫ്ലഡ് എഫക്റ്റ് ആയ വണ്ടിയൊക്കെ എവിടെ പോയി, ഈ ഫ്ലഡ് എഫക്റ്റ് ആയ വണ്ടികളൊക്കെ എന്ത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ടാവും ചിലപ്പം, കാരണം ഞാൻ പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഫ്ലഡ് എഫക്റ്റഡ് അല്ല എന്ന്. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അവർ പറയുകയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല, അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇത്ര പ്രൈസാണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ല എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ജോലി. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാമെന്ന് തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വണ്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾക്കൊരു വണ്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വണ്ടി കാണാതെ ഒരാളും ഒരു വണ്ടി മേടിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ, ഒരു കാർ സ്വന്തമാക്കാൻ നമ്മളവിടെ പോകുമ്പോൾ, അല്ലെങ്കിൽ കാർ നോക്കാൻ വേണ്ടി നമ്മളവിടെ പോകുമ്പോൾ ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടുക. അത് കമൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്കേ മൊത്തത്തിൽ അറിയുള്ളൂ. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ കാർ നോക്കിയാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വരില്ല, അവർക്കാവുമ്പം അത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളത് ഉറപ്പ് വരുത്തുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മഹീന്ദ്രയുടെ ഥാർ പരിചയപ്പെടാം. 2017 മോഡൽ, CRDE 4x4 ആണ് വേരിയൻറ്റ്. 50,000 കിലോമീറ്ററാണ് ഇതുവരെ ഈ ജീപ്പ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഡീസൽ എഞ്ചിനാണ്. 2500 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 14 മുതൽ 16 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഈ ജീപ്പിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ജീപ്പിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ് ഈ ജീപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഈ ജീപ്പ് ഉള്ളത്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ ജീപ്പിന് പ്രതീക്ഷിക്കുന്ന വില 8,85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2010 മോഡൽ, 2 ലക്ഷം കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. G4 ആണ് വേരിയൻറ്റ്. സെൽഫ് യൂസ്ഡ് കാറാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2500 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 5,50,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില നെഗോഷ്യബിളാണ്. ഈ കാറുള്ളത് കോഴിക്കോടാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അടുത്തതായി ഫോക്സ്വാഗൺ പോളോ GT പരിചയപ്പെടാം. ഹൈലൈൻ ആണ് വേരിയൻറ്റ്. 35,000 കിലോമീറ്റർ ഇതുവരെ ഈ കാറ് ഓടിയിട്ടുണ്ട്. 2015 ആണ് മോഡൽ. 1.5 ലിറ്റർ TDI ഡീസൽ എഞ്ചിനാണ്. 1500 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 16 മുതൽ 19 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ളൊരു കാറാണ്. ഈ കാറിൻ്റെ സർവീസുകളെല്ലാം തന്നെ കമ്പനി സർവീസുകളാണ്. ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അലോയ് വീൽസ്, എയർ ബാഗ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാറിനും ലോൺ സൗകര്യം ലഭ്യമാണ്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 6,60,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണ് ഈ കാറുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ടാറ്റയുടെ നെക്സോൺ പരിചയപ്പെടാം. 2018 മോഡൽ. 2019 ഈ കാറ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 36,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. പുതിയ ടാറ്റ നെക്സോണിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,84,000 രൂപയാണ്. XZ+ ആണ് വേരിയൻറ്റ്. ഡ്യുവൽ ടോൺ കളറാണ്. വാറൻറ്റി ഈ കാറിന് ലഭ്യമാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല. നിലവിൽ സർവീസുകളെല്ലാം കമ്പനി സർവീസുകളാണ്. 85% ലോൺ സൗകര്യം നമുക്ക് ഈ കാറിൽ ലഭ്യമാണ്. 1200 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 15 മുതൽ 17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം,
ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽ, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവയെല്ലാം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 7,90,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഈ കാറിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി ടൊയോട്ടയുടെ ഇറ്റിയോസ് ലിവ പരിചയപ്പെടാം. GD ആണ് വേരിയൻറ്റ്. 2014 മോഡൽ. 92,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ കാറിൽ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളൊരു വാഹനമാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1350 cc ആണ് എൻജിൻ പവർ. ഡീസൽ എഞ്ചിനാണ്. 1 ലിറ്റർ ഡീസലിൽ 20 മുതൽ 22 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. വളരെ കണ്ടീഷനുള്ളൊരു കാറാണ്. ലോൺ സൗകര്യം നമുക്ക് ഈ കാറിൽ ലഭ്യമാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. 4,40,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. തൃശ്ശൂരാണ് ഈ കാറുള്ളത്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം. ടാറ്റയുടെ ടിയാഗോ പരിചയപ്പെടാം. റിവോട്രോൺ XZ ആണ് വേരിയൻറ്റ്. 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ കാറുള്ളത്. വെറും 8,000 കിലോമീറ്റർ മാത്രമാണ് ഈ കാറ് ഓടിയിട്ടുള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 2024 വരെ ഈ കാറിന് വാറൻറ്റി ഉണ്ട്. ലോൺ സൗകര്യം ലഭ്യമാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കാറിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, അലോയ് വീൽസ്, ABS ബ്രേക്കിംഗ് സിസ്റ്റം, 2 എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, നാവിഗേഷൻ സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1200 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ കാറിന് ഏകദേശം 3.5 ലക്ഷം രൂപ ലോൺ ലഭിക്കും. 4,72,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഈ കാറുള്ളത് മലപ്പുറം ജില്ലയിലെ VK പടി എന്ന സ്ഥലത്താണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. LDI ആണ് വേരിയൻറ്റ്. 2017 മോഡൽ. 48,000 കിലോമീറ്റർ ഇതുവരെ ഈ കാറ് ഓടിയിട്ടുണ്ട്. DDIS ഡീസൽ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഷോറൂം കണ്ടീഷനുള്ളൊരു കാറാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വളരെ വൃത്തിയിൽ തന്നെയാണ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഈ കാറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ ഈ കാറിൽ ഉൾപ്പെടുന്നത്. 1250 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാറിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABS ബ്രേക്കിംഗ് സിസ്റ്റം, എയർ ബാഗ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. 5,60,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഈ കാറുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മാരുതി സുസുക്കിയുടെ എർട്ടിഗ പരിചയപ്പെടാം. 2013 മോഡൽ. LDI ആണ് വേരിയൻറ്റ്. DDIS ഡീസൽ എഞ്ചിനാണ്. 1,18,000 കിലോമീറ്റർ ഇതുവരെ ഈ കാറ് ഓടിയിട്ടുണ്ട്. നിലവിൽ എല്ലാ സർവീസുകളും കമ്പനി സർവീസാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ളൊരു കാറാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1250 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിലാണ് ഈ കാറുള്ളത്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. 2,70,75,000 രൂപ വരെ ലോൺ ലഭിക്കും. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 3,79,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 1 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് നൽകിയാൽ നിങ്ങൾക്ക് ഈ കാറ് സ്വന്തമാക്കാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2010 മോഡൽ. BDI ആണ് വേരിയൻറ്റ്. പുതിയ ഇൻഷുറൻസും പുതിയ ബാറ്ററിയും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. DDIS ഡീസൽ എഞ്ചിനാണ്. 1,20,000 കിലോമീറ്റർ ഇതുവരെ ഈ കാർ ഓടിയിട്ടുണ്ട്. 1250 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 20 മുതൽ 22 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. നിലവിൽ കണ്ടീഷനുള്ളൊരു കാറാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ്, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. പെരിന്തൽമണ്ണയിലാണ് ഈ കാറുള്ളത്. 2.5 ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ വാഗനർ പരിചയപ്പെടാം. 2017 മോഡൽ. VXI ആണ് വേരിയൻറ്റ്. 30,000 കിലോമീറ്റർ ഇതുവരെ ഈ കാർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷനുള്ളൊരു കാറാണ്. AC, പവർ സ്റ്റിയറിംഗ്,
പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1000 cc ആണ് എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 17 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. 85% ടയർ കണ്ടീഷൻ നിലവിൽ ഈ കാറിനുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഈ കാർ ഉള്ളത്. 4,30,30,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്.